2014 നവംബർ 13 ആ പകൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം ഒരിക്കലും മറക്കാനിടയില്ല. ശ്രീലങ്കൻ ബൗളർമാരെ തച്ചുടച്ച് രോഹിത് ശർമ്മ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയിട്ട് ഇന്നേക്ക് കൃത്യം 10 വർഷം. 173 പന്തുകളിൽ നിന്ന് 9 സിക്സറുകളും 33 ഫോറുകളും അടക്കം 264 റൺസ് പിറന്ന ആ ഇന്നിങ്സ് ലോക റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ഒരു മത്സരം തന്നെയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ രോഹിത് ഒറ്റയ്ക്ക് നേടിയ സ്കോർ പോലും നേടാൻ സാധിക്കാതെയാണ് ശ്രീലങ്കൻ ടീം കൂടാരം കയറിയത്. നുവാൻ കുലശേഖരയും ഏഞ്ചലോ മാത്യൂസും തിസാര പെരേരയും അജന്ത മെൻഡീസുമെല്ലാം അണിനിരന്ന കരുത്തുറ്റ ലങ്കൻ ബൗളിംഗ് നിരയാണ് അന്ന് രോഹിത് അടിച്ചു തകർത്തത്. കുശാൽ പെരേരയും തിലകരത്ന ദിൽഷനും മഹേള ജയവർദ്ധനുമെല്ലാം അണിനിരുന്ന ടീമിനെ ഒന്നിച്ചു പൊരുതിയിട്ടും രോഹിത്തിൻ്റെ വ്യക്തിഗത സ്കോറിൻ്റെ അടുത്തെത്താൻ പോലുമായില്ല. അന്ന് വ്യക്തിഗത സ്കോർ 4 റൺസിൽ നിൽക്കെ രോഹിത്തിൻ്റെ ക്യാച്ച് കൈവിട്ട തിസാര പെരേര ആ പിഴവിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. തൻ്റെ വ്യക്തിഗത സ്കോറിന് 260 റൺസ് കൂടി കൂട്ടിച്ചേർത്ത് ആ ഇന്നിങ്സിൻ്റെ ഒടുവിൽ അവസാന പന്തിലാണ് ആ മാസ്മരിക ഇന്നിങ്സ് അവസാനിച്ചത്. അന്ന് ഈഡൻ ഗാർഡനിൽ ടോസ് നേടിയ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രീലങ്ക അപകടകരമായ ഒന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അജിങ്ക്യ രഹാനെക്കൊപ്പം തൻ്റെ സ്വതസിദ്ധമായ പതിഞ്ഞ താളത്തിലായിരുന്നു രോഹിത് ശർമ്മയുടെ തുടക്കം. അദ്ദേഹം 50 റൺസ് തികയ്ക്കാനെടുക്കുന്നത് 72 പന്തുകളായിരുന്നു. പിന്നാലെ അജിങ്ക്യ രഹാനെയും അമ്പാടി റായിഡും പുറത്തായതോടെ കോഹ്ലിയെ കൂട്ടുപിടിച്ച് ഇന്നിങ്സ് ട്രാക്കിലാക്കുന്നതിലായിരുന്നു രോഹിത്തിൻ്റെ ശ്രദ്ധ. പതിയെ ഹിറ്റ്മാൻ തൻ്റെ ഗിയർ മാറ്റി തുടങ്ങി. 99 പന്തിൽ നിന്ന് അദ്ദേഹം 100 തികയ്ക്കുകയാണുണ്ടായത്. 3-ാം വിക്കറ്റിൽ കോഹ്ലിക്കൊപ്പം 202 റൺസിൻ്റെ കൂട്ടുകെട്ട്. തുടർന്ന് 46-ാം ഓവറിൽ 151-ാം പന്തിൽ രോഹിത് തൻ്റെ ഏകദിന കരിയറിലെ 2ാം ഇരട്ട സെഞ്ചുറിയിലെത്തി. അതോടെ 2 ഇരട്ട സെഞ്ചുറികൾ നേടുന്ന ഏക താരമെന്ന റെക്കോർഡും അദ്ദേഹം നേടുകയുണ്ടായി. പിന്നീട് അവസാന 22 പന്തുകളിൽ കണ്ടത് ഹിറ്റ്മാൻ്റെ പവർ ഹിറ്റിങ്ങിൻ്റെ മൃഗീയ ഭാവങ്ങളായിരുന്നു. ഫ്ലിക്കുകളും മിസ് ടൈം ഷോട്ടുകളുമെല്ലാം ഗ്യാലറിയിലേക്ക് പറക്കുന്ന കാഴ്ച. അന്ന് 50 ഓവറിൽ ഇന്ത്യ രോഹിത്തിൻ്റെ പിൻബലത്തിൽ അടിച്ചെടുത്തത് 404 റൺസ്. പിന്നീട് 2017 ലങ്കയ്ക്കെതിരെ മറ്റൊരു ഏകദിന സെഞ്ചുറി കൂടി ആ ബാറ്റിൽ നിന്ന് പിറന്നു. തനിക്ക് കേവലം 20 വയസ്സുള്ളപ്പോൾ ഇന്ത്യക്കായി കളിക്കാൻ അവസരം ലഭിച്ച താരമാണ് രോഹിത് ശർമ്മ. 2007 ജൂൺ 23 അയർലൻഡിനെതിരെ ബെൽഫാസ്റ്റിലെ സിവിൽ സർവീസ് ക്രിക്കറ്റ് ക്ലബ് മൈതാനത്ത് നിന്ന് ആരംഭിച്ച കരിയർ ഏകദിനത്തിൽ 3 ഇരട്ട സെഞ്ചുറികളാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത്. 2013 നവംബർ 2 ബംഗളൂരിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു രോഹിത്തിൻ്റെ കരിയറിലെ ആദ്യ ഇരട്ട സെഞ്ചുറി. അവസാനത്തേതാകട്ടെ 2017 ഡിസംബർ 13 മൊഹാലിയിൽ വീണ്ടും ലങ്കയ്ക്കെതിരെ ആ ബാറ്റിൽ നിന്ന് മറ്റൊരു ഇരട്ട സെഞ്ചുറി കൂടി പിറക്കുകയായിരുന്നു.